നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് വാരണാസിയിലാണ് കേട്ടോ. നമ്മുടെ പ്ലാനിൽ ഇല്ലാത്ത ഒന്നായിരുന്നു വാരണാസി വിസിറ്റ്. നമ്മുടെ ട്രെയിനിൻ്റെ അവൈലബിളൊക്കെ അനുസരിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേഞ്ച് വരുത്തേണ്ടി വന്ന്. അപ്പം നമ്മൾ ഇന്ന് പുലച്ചയ്ക്കാണ് കേട്ടോ വാരണാസിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് റൂം എടുത്ത് ജസ്റ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിറയെ ഘാട്ടുകളുണ്ട് കേട്ടോ. അതിൽ നമുക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അന്ന് തന്നെയാണ് നമ്മുടെ അയോധ്യയിലേക്കുള്ള ട്രെയിന്. നമ്മൾ ഭയങ്കര ബിസി ഷെഡ്യൂളായിപ്പോയി. നമ്മുടെ പ്ലാനൊക്കെ ചെറുതായിട്ട് നമുക്ക് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കുറേ നേരം കവറൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് പോകുന്നത് അസ്സി ഘാട്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഘാട്ടിലേക്ക് എത്താം. വേറെ എവിടേക്കും നമുക്ക് പോകാനോ പിന്നെ നമ്മുടെ ടൈമൊന്നും സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഈ അസ്സി ഘാട്ടിൻ്റെ അവിടെ നമ്മൾ ഈ പോകുന്ന ടൈമിൽ രാവിലെ ആരതി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് തന്നെ ഈ ആരതിയാണ് കേട്ടോ. ഇതിനേക്കാളും വലിയത് ആരതി വേറെ ഏതോ ഒരു ഘാട്ടിലുണ്ട്. നമുക്ക് അവിടേക്ക് പോകാനുള്ള ടൈമും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഇനി പോകുമ്പം എന്തായാലും നമ്മൾ 2 ദിവസം വാരണാസിയിൽ സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി വേറെ എങ്ങോട്ടേക്കും ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പൂജ കഴിഞ്ഞു. നമുക്ക് ഒരു കുഞ്ഞൊരു വിളക്ക് പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഒഴുക്കി വിടണം. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. നല്ല സൂര്യനെ കുതിച്ച് വരുന്ന സമയമാണ് കേട്ടോ. രാവിലെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ വാരണാസിയിൽ മെയിനായിട്ട് ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞി ബോട്ടില്ലേ, ഈ ഒരു ബോട്ടിൽ അപ്പുറത്തുള്ള പല ഘാട്ടിലേക്കും പോകുന്ന ഒരു ട്രാവൽ ഉണ്ട് കേട്ടോ. നമുക്കതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം വെപ്രാളത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇത് നമുക്ക് കത്തിക്കാൻ വേണ്ടി തരും. എന്നിട്ട് ഈ വെള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒഴുക്കി വിടുക. അങ്ങനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ അവിടുത്തത്. നമുക്ക് കാര്യമായിട്ട് അറിയില്ല. കാരണം വാരണാസിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാണ്ടാണല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, പ്ലാനറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഒരു മൈൻഡ് കാമാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ്. എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. നമുക്ക് ടൈം കിട്ടാത്ത നല്ലൊരു സങ്കടമുണ്ട്. പിന്നെ ആ സങ്കടമൊക്കെ ഞാൻ അയോധ്യയിൽ പോയിട്ടാണ് പിന്നെ ബാക്കി തീർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അപ്പം തന്നെ നമുക്ക് അവിടുന്ന് ഇറങ്ങണം കേട്ടോ. അതിനു മുമ്പേ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ.
ഇവിടുത്തെ വേറൊരു ആചാരം കൂടിയാണ് കേട്ടോ. ഈ ഒരു പുഴയിൽ കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് അമ്പലത്തിൽ വന്ന് തൊഴാന്നുള്ളത്. ഞങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റൂമിലെത്തി അപ്പം തന്നെ ഇനി വന്ന് കുളിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അപ്പം നമ്മളിനി കുളിക്കാനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് കിട്ടാതെയാവുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് ഈ വെള്ളത്തിൽ കുളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ പാക്കൊക്കെ ചെയ്ത് നമ്മൾ അയോധ്യയിലേക്ക് പോവുകയാണ്. നമ്മൾ വന്ദേ ഭാരതിലാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വന്ദേ ഭാരതത്തിൽ പോകുന്നുണ്ടായിരുന്നത്. കുറച്ച് മണിക്കൂറേ ഉള്ളൂ, ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂർ അത്രയേ ഉള്ളൂ നമുക്ക് അയോധ്യയിലേക്ക്. അങ്ങനെ നമ്മൾ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങളൊരു ദോശ കഴിച്ചതാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ കഴിക്കണത്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഫുഡിനെ കുറിച്ചും. പിന്നെ നമ്മൾ കാണാത്ത കുറേ അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കിനി അയോധ്യയിലെത്തിയിട്ട് അവിടെ നമ്മൾ ഒരു നൈറ്റ് ഉണ്ട് കേട്ടോ. നൈറ്റ് എന്ന് പറയാനില്ല, കാരണം പുലച്ചയ്ക്കാണ് നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. നമ്മൾ ഇനി അയോധ്യയിൽ നമ്മൾ പോകുന്നത് ഡൽഹിക്കാണ് കേട്ടോ. അപ്പം ഒരു ദിവസം നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മളിതാ അയോധ്യയിലെ റൂം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.